കുട്ടികളാണെങ്കിൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ശരിക്കും സംഭവിക്കുകയാണെങ്കിൽ നമ്മൾ അതിന് പറയുന്ന പേരാണ് റിക്കറ്റ്സ്. ഓക്കെ, അപ്പോൾ ഏകദേശം ഒരു വയസ്സിൻ്റെ 2 വയസ്സിൻ്റെയൊക്കെ ഇടയിലാണ് അതിൻ്റെ ലക്ഷണങ്ങൾ സാധാരണ നമ്മൾ കാണുക. കാല് വളയും, ഈ കയ്യിൻ്റെ ഇവിടെയൊക്കെ വീതി വെക്കും, ഈ നെറ്റി കുറച്ചുകൂടി ബോസിങ് പോലെ വരും, നെഞ്ചുന്തി വരും, ശ്വാസം എടുക്കുമ്പോൾ വരും, പിന്നെ ഇങ്ങനെ വലിയ വയറുണ്ടാവും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളുണ്ട്. നമ്മൾ ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത് 1 വർഷം വരെ വൈറ്റമിൻ ഡി കൊടുത്തിട്ടും ഉണ്ടാവില്ല. നമ്മൾ ചെക്ക് ചെയ്യും, ലക്ഷണങ്ങളുണ്ട്, വൈറ്റമിൻ ഡി കുറവാണ്, മറ്റു ടെസ്റ്റുകൾ നമ്മൾ കൂടെ ചെയ്യും. വൈറ്റമിൻ ഡി മാത്രമല്ലല്ലോ, കാൽഷ്യം, ഫോസ്ഫറസ്, മെഗ്നീഷ്യം, ALP, അങ്ങനെ ഒരു ഡയഗ്നോസിൽ എത്തിയിട്ട് നമ്മൾ അതിന് ചികിത്സിക്കും. ഓക്കെ, ഇതാണ് ശരിക്കും സംഭവിക്കുന്നത്. പക്ഷെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള സംഭവമാണ് നമ്മൾ 1 വർഷം വരെ വൈറ്റമിൻ ഡി സപ്ലൈ ചെയ്യണമെന്ന് പറയുന്നതും. പിന്നെ വെയിൽ, സാധാരണ രൂപത്തിലുള്ളൊരു ഔട്ടിങ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിന്നെ വളരെ പെർഫെക്റ്റ് ആയിട്ട് വെയിൽ കൊള്ളുക എന്നുള്ളത് പ്രാക്ടിക്കലി നമ്മുടെ നാട്ടിൽ പോസിബിൾ അല്ല. അപ്പോൾ ഒരു ഏകദേശം 11 മണി സമയത്തേക്കുള്ളൊരു വെയിൽ, ഒരു 20-30 മിനിറ്റ്, അത് പല സ്റ്റഡികളുണ്ട്, പല റിസർച്ച് ഉണ്ട്, ഇപ്പോഴും റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പല അഭിപ്രായങ്ങളുണ്ടാവും. എന്താണെങ്കിലും വെയിൽ കൊള്ളുക. ഓക്കെ, അപ്പോൾ അതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് അതുകൊണ്ടാണ്.